നമുക്കറിയാം, ആരോഗ്യ പ്രശ്നങ്ങൾ നാട്ടിൽ വല്ലാതെ കൂടി വരികയാണ്. പണ്ടുകാലത്ത് കണ്ണാശുപത്രി അങ്കമാലിയിലോ മധുരയിലോ മാത്രം, ദന്തരോഗ ചികിത്സ, പല്ലിന്റെ ചികിത്സ അത് കോഴിക്കോട്ടോ തൃശ്ശൂരിലോ അങ്ങനെ ഉണ്ടായിരുന്ന കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഓരോ വില്ലേജിലും ദന്തരോഗവും കണ്ണാശുപത്രിയും പല്ല് ചികിത്സയും വന്നു. അതുപോലെ മറ്റെല്ലാ ചികിത്സകളും വലിയ അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരുപാട് ആശുപത്രികൾ കോട്ടക്കലും മലപ്പുറത്തും പെരിന്തൽമണ്ണയിലും കൊണ്ടോട്ടിയിലും, എന്നിട്ടും തികയുന്നില്ല. അതോടൊപ്പം തന്നെ കാരുണ്യ കേന്ദ്രങ്ങൾ, സാന്ത്വനം എന്ന പേരിൽ നമ്മുടെ നാടുനീറെ നമ്മുടെ പ്രസ്ഥാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. വേറെയും ധാരാളം സംഘടനകളുടെ കീഴിൽ ഒട്ടേറെ സെന്ററുകളുണ്ട്. ഇതൊന്നും മതിയാകുന്നില്ല. കിഡ്നിയുടെ രോഗം വർദ്ധിച്ചു വരികയാണ്. ഡയാലിസിസ് സെന്റർ എന്നൊക്കെ പറയുന്നത് അത്യപൂർവമായി എവിടെയെങ്കിലും ഉണ്ടാകേണ്ട ഒരു കേന്ദ്രം, അതുപോലും പഞ്ചായത്ത് തോറും വരേണ്ട ഒരു രീതിയിലേക്ക് ആളുകളുടെ കിഡ്നികൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവയ്ക്കൊക്കെ പരിഹാരം, അതിനുള്ള ചികിത്സാ കേന്ദ്രങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വശത്ത്, അവ വരാതിരിക്കാൻ വേണ്ടിയുള്ള കരുതലുകളാണ് കൂടുതലായും ഉണ്ടാകേണ്ടത്. ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന വ്യായാമങ്ങൾ ചെയ്യാനുള്ള യന്ത്രമാണ്. സാധാരണ ഒരു വ്യായാമം അല്ല. ഒരു ഫിസിയാട്രിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രത്യേകമായ രോഗങ്ങൾ വന്ന ആളുകൾക്ക് കൊടുക്കുന്ന ചികിത്സയാണ് ഫിസിയോതെറാപ്പി. ആരോഗ്യമുള്ള ആളുകൾക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്നതല്ല, അത് വ്യായാമം. അതാണ് ജിംഖാനകളൊക്കെ, ജിംഖാന അല്ലെങ്കിൽ ജിം സെന്ററുകൾ എന്ന് പറയുന്നത്. എന്നാൽ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായ രീതിയിലുള്ള ജീവിത ശൈലി നിലകൊള്ളുക എന്നതാണ് ഏറ്റവും പ്രധാനം. കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കിഡ്നി രോഗത്തിന് ഹേതുവാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീ സമൂഹത്തിലെ മേക്കപ്പുകളാണ്. അവരുടെ മുഖം വെളുപ്പിക്കാനും ചുണ്ട് ചുവപ്പിക്കാനും കണ്ണ് കറുപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുകൾ, അതിനുവേണ്ടി തേക്കുന്ന സിമന്റുകളും അതിനു മുകളിൽ തേക്കുന്ന പെയിന്റുകളും, ഇതാണ് കിഡ്നി രോഗത്തിന് കാരണമായി തീരുന്ന വലിയൊരു കാരണം എന്ന്. ഫാസ്റ്റ് ഫോർവേഡ് എന്ന് പറഞ്ഞ അമേരിക്കക്കാരനായ ഒരു എഴുത്തുകാരൻ, അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ലോകത്ത് ഒരുപാട് ഉൽപ്പന്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ മനുഷ്യരെ എങ്ങനെ രോഗിയാക്കാം, എങ്ങനെ കൊല്ലാം എന്നതിനു വേണ്ടിയാണ് എന്ന് പറയുന്നത്. എന്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് പല വീടുകളിലും, പുതിയ പുതിയ വീടുകളിൽ ചെന്നാൽ ബാത്റൂമില് നിറയെ അലമാറകൾ നിറയെ ഒരുപാട് കുപ്പികളുണ്ടാകും. ഷാംപൂ, കണ്ടീഷണർ, ലോഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 5-8 തരവുണ്ടാകും. എന്തിനുള്ളതാണിതെന്ന് ഞാനും പലപ്പോഴും കാണാറുണ്ട്. ഇത് എന്തിനാണെന്ന് അറിയില്ല. അത് വാങ്ങിക്കൊണ്ടുപോയി വെക്കണം എന്നുള്ളതാണ്. ഈ വസ്തുക്കളുടെ ഒക്കെ ഉപയോഗം മനുഷ്യനെ രോഗിയാക്കുന്നു എന്ന് പറയും. ടൂത്ത് പേസ്റ്റായി ഉപയോഗിക്കുന്ന അധിക ടൂത്ത് പേസ്റ്റുകളും. അപ്പൊ ആളുകൾക്ക് സംശയം ഇതാണ്, മുഖത്ത് പുരട്ടിയാൽ എങ്ങനെയാണ് കിഡ്നി തകരാറാകുന്നത്? മനുഷ്യന്റെ ശരീരത്തിലുള്ള അഴുക്കുകൾ ശുദ്ധീകരിക്കുന്ന ഒരു, നമ്മൾ സാധാരണ വെള്ളത്തിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും വലിയൊരു യന്ത്രമാണ് കിഡ്നി, വൃക്ക എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് രക്തത്തിലുള്ള യൂറിക് അമ്ലങ്ങളെ വേർതിരിച്ച് മൂത്രമാക്കി പുറത്തു കളയുന്നത്, ഫിൽട്ടർ ചെയ്യുന്ന യന്ത്രമാണ്. ആ ഫിൽട്ടർ ഒന്ന് തകരാറായാൽ മറ്റത് പ്രവർത്തിക്കും. അതിന് അല്ലാഹു തആല 2 എണ്ണം വെച്ചിരിക്കുകയാണ്. ഒന്നേ ഒരു സമയത്ത് ഉപയോഗിക്കേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ഒരാളുടെ 2 കിഡ്നിയും തകരാറായാൽ നമ്മൾ ഒരു കിഡ്നി അവർക്ക് കൊടുക്കുന്നത്. ഒരു കിഡ്നി കൊടുത്താലും നമ്മുടെ കയ്യിലുള്ള കിഡ്നി തന്നെ പ്രവർത്തിക്കും എന്നതുകൊണ്ടാണ്. അപ്പൊ ഈ കിഡ്നി പോലെ തന്നെ ശരീരത്തിലുള്ള മറ്റൊരു ഏറ്റവും വലിയൊരു ശുചീകരണ ഏജന്റാണ് അവന്റെ ചർമ്മം എന്ന് പറയുന്നത്, തൊലി. അപ്പൊ ഈ തൊലിപ്പുറത്ത് പുരട്ടിയാൽ അത് ഉള്ളിലേക്ക് പോകും. അതുകൊണ്ടാണല്ലോ നമ്മുടെ മസിലിനോ എല്ലിനൊക്കെ വേദന ഉണ്ടാകുമ്പോൾ തൈലം പുരട്ടുന്നത്.
മുകളിൽ പുരട്ടിയാൽ ഉള്ളിലേക്ക് എത്തൂലെങ്കിൽ പിന്നെ പുരട്ടേണ്ട കാര്യമില്ല. അപ്പൊ ഈ ചർമ്മം നിറയെ സുഷിരങ്ങളാണ്. ആ സുഷിരങ്ങളിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതുകൊണ്ട് തൊലിപ്പുറത്ത് പുരട്ടുന്ന കാര്യങ്ങളും ഉള്ളിലേക്ക് എത്തിച്ചേരും. സാധാരണ വൈദ്യം അറിയുന്ന ആളുകൾ പറയാറുണ്ട്, ചൊറിയും ചെരങ്ങും പോലുള്ള അതൊക്കെ വന്നാൽ അതിനെ ഓയിൻമെന്റ് തേച്ചുകൊണ്ട് അതിനെ ഉണക്കാൻ പാടില്ല. അങ്ങനെ ഉണക്കിയാൽ അത് കേടായിട്ട് ഉള്ളിലേക്ക് പോകും, അത് കിഡ്നിയെ തകരാറാക്കും, ആന്തരിക അവയവങ്ങൾ കേടുവരുത്തും. അത് മരുന്ന് കഴിച്ചുകൊണ്ട് കേട് മുഴുവനും ഉള്ളിൽ നിന്ന് പുറത്തേക്കാക്കുകയാണ് വേണ്ടത് എന്ന്. പുറത്തേക്കാക്കണം, ഉള്ളിലേക്ക് അമർത്തരുത്. ശരീരത്തിന്റെ ഉള്ളിൽ വരുന്ന അഴുക്ക് പുറത്തു കളയാനാണ് മലവും മൂത്രവും വിയർപ്പും ഇങ്ങനെയെല്ലാം ശരീരത്തിൽ നിന്ന് ഈ വസ്തുക്കൾ പുറത്തു കളയുന്നത്. അതുപോലെ ശരീരത്തിലുള്ള ഹോർമോണുകൾ പ്രവർത്തിക്കുന്ന സമയത്ത് മനുഷ്യനിൽ ഉണ്ടാകുന്ന വൈകാരികമായ ഉത്തേജനങ്ങളിലൂടെ ഉണ്ടാകുന്ന സ്രവങ്ങളും പുറത്തു കളയണം. അതിനുവേണ്ടി അവന്റെ ജീവിതശൈലിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദീനീ മുനാക്കഹത്തിന്റെ പാഠം പഠിപ്പിച്ചിട്ടുള്ളത് അതിനുവേണ്ടിയാണ്. വൈവാഹിക ജീവിതത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോ വ്യായാമങ്ങൾ വ്യാപകമായിട്ടുള്ള ഒരു കാലമാണ്. സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി മസ്ജിദിലേക്ക് നടന്നു പോവുക, അവിടുന്ന് തിരിച്ചും നടന്നു വരിക, ഒരു വഴിയിലൂടെ പോകുമ്പോൾ മറ്റൊരു വഴിയിലൂടെ നടന്നു വരിക, നടത്തം കൂട്ടുക എന്നതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഒരു രീതി. ആവശ്യങ്ങൾക്ക് വേണ്ടി നടക്കുക, നടത്തം വർദ്ധിപ്പിക്കുക. ഇതാ താശ തമശ, രാത്രി ഭക്ഷണം കഴിച്ചാൽ കുറച്ചെങ്കിലും നടക്കണം എന്നിട്ട് ഉറങ്ങാവൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു ആരോഗ്യശാസ്ത്രം. ആ ആരോഗ്യശാസ്ത്രം അനുസരിച്ചുള്ള ജീവിതമാണെങ്കിൽ രോഗങ്ങളെ തൊട്ട് ഒരുപാട് പ്രതിരോധം ഏർപ്പെടുത്താൻ കഴിയും. അപ്പൊ ഇന്ന് വ്യാപകമായി ഇങ്ങനെയുള്ള ചുവപ്പിക്കുന്ന, കറുപ്പിക്കുന്ന, വെളുപ്പിക്കുന്ന മരുന്നുകൾ, നഖത്തിൽ പുരട്ടുന്ന മരുന്നുകൾ, ഇതൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് ഈ രോഗങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ട്. SYS സമ്മേളനത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തം വ്യാപകമാക്കി. ഒരു 400 കിലോമീറ്ററോളം കേരളത്തിൽ ജനങ്ങൾ നടന്നു ആ കാലഘട്ടങ്ങളിൽ. അത് അന്നേക്ക് മാത്രമുള്ളതായിരുന്നില്ല. ഇപ്പൊ കണ്ടെങ്കിൽ വ്യായാമത്തിന്റെ സമയത്ത് ആണും പെണ്ണും കൂടിക്കലരാകുമോ എന്നുള്ള വലിയൊരു ചർച്ച നടക്കുകയാണ്. മുസ്ലിംകളെല്ലാവരും, മുസ്ലിംകളിൽ നവീനവാദികൾ പോലും പറയുന്നു അങ്ങനെ പാടില്ല എന്ന ഇസ്ലാമിന്റെ ഒരു ചിത്രത്തിൽ. യഥാർത്ഥത്തിൽ എന്താണ് ഒന്നിച്ച് വ്യായാമം ചെയ്താനുള്ള ദോഷം എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. മതപരമായ കാഴ്ചപ്പാട് മാറ്റിവെച്ചാൽ പോലും അത് ശരീരത്തിന് തന്നെ ദോഷമാണ്. കാരണം പ്രത്യേകിച്ച് വ്യായാമങ്ങൾ ചെയ്യുന്ന സമയത്ത് ശരീരത്തിന്റെ ഭാഗങ്ങളിലുള്ള ചലനങ്ങളും മറ്റും ഓപ്പോസിറ്റ് സെക്സിനെ, എതിർലിംഗത്തെ അത് പ്രലോഭിപ്പിക്കുന്നതും അവർക്ക് വൈകാരികമായ ഉത്തേജനം ഉണ്ടാക്കുന്നതുമാണ്. അങ്ങനെ വൈകാരികമായ ഉത്തേജനം ഒരാൾക്കുണ്ടായി അത് ശമിപ്പിക്കുന്നില്ല എങ്കിൽ അത് റിയാക്ഷനായിട്ട് ശരീരത്തിൽ പ്രവർത്തിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ മാർക്കറ്റിലോ വഴിയിലോ മറ്റോ നടന്നു പോകുമ്പോ എന്തെങ്കിലും രൂപത്തിലുള്ള സൗന്ദര്യവതിയായ ഒരു പെണ്ണിനെ നിങ്ങൾ കണ്ട്, അല്ലെങ്കിൽ തിരിച്ചോ കണ്ടാൽ അതിലൂടെ നിങ്ങൾക്ക് വൈകാരികമായ ഒരു താല്പര്യമുണ്ടായാൽ നിങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് അത് ശമിപ്പിക്കണം, അല്ലെങ്കിൽ അത് റിയാക്ഷൻ ഉണ്ടാക്കും. അപ്പൊ ഈ വ്യായാമ കേന്ദ്രങ്ങളില് ആണും പെണ്ണും ഒന്നിച്ചു നിന്നുകൊണ്ട് വ്യായാമങ്ങൾ ചെയ്താൽ അവിടെ അത് മാനസികമായ തകരാറുണ്ടാക്കാനും അതിലൂടെ അവർക്ക് രോഗമുണ്ടാകാനും കാരണമാകുന്നുണ്ട്. ഇത് മതപരമായ യാതൊരു തരത്തിലുള്ള വിരോധം ഇല്ലെങ്കിൽ പോലും അത് പാടില്ലാത്തതാണ്. വ്യായാമം മനുഷ്യന് ലഭിച്ചിരുന്ന എല്ലാം നമ്മൾ നിർത്തി. ഈ നടത്തങ്ങളെല്ലാം നിർത്തി. പള്ളിയിലേക്ക് നടക്കുന്നതും അങ്ങാടിയിലേക്ക് നടക്കുന്നതും മറ്റും നിർത്തി. അതുപോലെ അമ്മി അരക്കുന്നതും ഉലക്ക ഇടിക്കുന്നതും വിറക് കീറുന്നതും പോലുള്ള കാര്യങ്ങളും ഇല്ലാതായപ്പോഴാണ്, ഹറക്കത്ത് കുറഞ്ഞപ്പോഴാണ് മനുഷ്യന് രോഗം വർദ്ധിക്കുന്നത്. ഹറക്കത്ത് കുറഞ്ഞു, തീറ്റി വർദ്ധിക്കുകയും ചെയ്തു. ഹാറൂൻ റഷീദിന്റെ കാലത്ത് മദീനയിലേക്ക് അയച്ചൊരു വൈദ്യന്റെ കഥ. മദീനയിലേക്ക് അയച്ചൊരു വൈദ്യൻ അവിടെ ഒരു ക്ലിനിക് ഓപ്പൺ ചെയ്തിരുന്നു. ആരും ക്ലിനിക്കിലേക്ക് വരുന്നില്ല. അദ്ദേഹം പരസ്യം ചെയ്തു, ആരും എന്നിട്ടും വരുന്നില്ല. അവസാനം വീടാന്തരം ഇറങ്ങി സഞ്ചരിച്ചു. അപ്പം മനസ്സിലാക്കുന്ന രോഗികൾ ആരും ഇല്ല എന്നാണ്. എന്താണ് കാരണം എന്ന് അന്വേഷിച്ചപ്പോൾ അതവരുടെ ജീവിത ശൈലിയാണ്. ഇന്ന ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂർ വഇദാ അകൽനാ മാ ശബിഅനാ. ഞങ്ങൾ വിശക്കാതെ ഭക്ഷിക്കുകയില്ല, വിശപ്പ് വന്നതിന് ശേഷം മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. ഭക്ഷിക്കുകയാണെങ്കിലോ വയറ് നിറക്കുകയും ഇല്ല എന്ന് അവിടുത്തെ ജനങ്ങൾ പറഞ്ഞു. അപ്പൊ വൈദ്യം പറഞ്ഞു, എന്റെ റിട്ടേൺ ടിക്കറ്റ് പെട്ടെന്ന് ബുക്ക് ചെയ്യണം, എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം, കാരണം ഇവിടെ നിന്നിട്ട് യാതൊരു കാര്യമില്ല.
രോഗം വരുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്രോതസ് അവന്റെ ആമാശയമാണ്. മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ വെച്ച് വിആകളിൽ വെച്ച് ഏറ്റവും മോശമായ വിആ അത് ആമാശയമാണ്. ആമാശയം നിറക്കുന്നതാണ് രോഗത്തിന്റെ കാരണം എന്ന് പറയും. പിന്നെ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിന് നമ്മെ എല്ലാവരെയും പ്രയാസപ്പെടുത്തുന്നത്. എല്ലാ ദിവസവും സൽക്കാരമാണ്, വിരുന്നുകളാണ്. ഈ വിരുന്നുകളിലെല്ലാം തന്നെ വയറ് നിറച്ച് തന്നെ കൊടുക്കണം, കൊഴുപ്പുകൾ ചേർത്തി തന്നെ കൊടുക്കണം എന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോ ഒരല്പം വർക്കത്തിന് എന്നിങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും പറഞ്ഞാൽ അത് ആളുകൾ കഴിക്കേണ്ടി വരുന്നു. അങ്ങനെ മേൽക്കുമേൽ ഭക്ഷണമാകുന്നു. വിശക്കാതെ ദഹിക്കാത്ത അതിന്റെ മുകളിൽ ഭക്ഷണം കഴിക്കുന്നത് മുഹ്ലിക്കാണ് എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സലാസുൻ മുഹ്ലിക്കാത്തുൻ, 3 കാര്യങ്ങൾ മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. ദവാമു മുദാമത്തിൻ വദവാമു വത്ഇൻ വഇദ്ഖാലു ത്വആമി അല ത്വആമി. എപ്പോഴും മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക, അത് മനുഷ്യനെ രോഗിയാക്കി മാറ്റും. അതുപോലെ നിത്യവും ലൈംഗികമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് അതും രോഗിയാക്കി മാറ്റും. അതേപോലെ തന്നെയാണ് വിശക്കാതെ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത്. വിശക്കാതെ ഭക്ഷണം കഴിച്ചാൽ നേരത്തെ കഴിച്ച ഭക്ഷണത്തിന്റെ മുകളിലേക്ക് തന്നെയാണ് അടുത്ത ഭക്ഷണം പോവുക. ഒരു പാത്രത്തിലിട്ട് ഭക്ഷണം വേവിച്ചാൽ അത് മാറ്റിയതിനു ശേഷം മാത്രമാണ് പിന്നെ അടുത്ത അത് അതിലേക്ക് ഇടുക. അല്ലാതെ ഇങ്ങനെ കഞ്ഞി വെക്കുമ്പോ കുറച്ച് വെന്തു, ഇനി കുറച്ച് ഒരു സേർ അരി അതിലേക്ക് ഇടുന്നു, വേറൊരു ഭാഗത്ത് നിന്ന് കഞ്ഞി കോരുന്നു, വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ശരിയാവോ? ഇല്ല. അത് കാലിയാക്കിയതിനു ശേഷമാണ് അടുത്ത അരി അതിലേക്ക് ഇടേണ്ടത്. ഇതുപോലെ തന്നെ ആമാശയം കാലിയാക്കിയതിനു ശേഷമാണ് അടുത്തത് അതിലേക്ക് നൽകേണ്ടത്. അപ്പൊ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പിന്നെ മലപ്പുറം ജില്ലാ കലക്ടർ ഇവിടെ വന്നപ്പോ നല്ലൊരു കാര്യം ചെയ്തു. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, മലപ്പുറം ജില്ലയിൽ ഇനി ഓഫീസുകളിലൊന്നും നിങ്ങൾക്ക് പഞ്ചസാര തരൂല ചായയിൽ. റെഡിയല്ലേ എന്ന് ചോദിച്ചു. ഓക്കെ, എല്ലാം റെഡിയാണ്. ഇനി ഹോട്ടലുകാർ, റെസ്റ്റോറന്റുകാരൊക്കെ ഒന്നൊന്ന് പഞ്ചസാര പകുതിയാക്കി കുറക്കുമോ, എണ്ണക്കടികളൊക്കെ ഒഴിവാക്കുമോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു. ഇതൊക്കെ നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ അത് ഈ നാടിന്റെ ആരോഗ്യത്തിനാണ് ഗുണം ചെയ്യുന്നത്. നമ്മുടെ ഭക്ഷണ രീതി രുചി കൂട്ടുക എന്നതിന് പകരം ആരോഗ്യം കൂട്ടുക എന്നൊരു ചിന്ത മനുഷ്യരിൽ ഉണ്ടായിത്തീരുക. നമ്മളിവിടെ പച്ചക്കറികളും മറ്റും കൃഷി ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത്, തൃശ്ശൂരിലെ സമ്മേളനത്തിനുള്ള പച്ചക്കറികൾ മുഴുവനും കൊണ്ടുവന്നത് മലപ്പുറം ജില്ലയിൽ നിന്നായിരുന്നു. കറിവേപ്പില പോലും അങ്ങാടിയിൽ നിന്ന് വാങ്ങുന്ന സ്വഭാവം ആളുകളിൽ ഇന്ന് വന്നിട്ടുണ്ട്. സ്വന്തം അടുക്കളത്തോട്ടത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയൊരു ചെടിയാണത്. അതുപോലെ കൊച്ചു കൊച്ചു ചെടികൾ വെച്ചുണ്ടാക്കി അത്യാവശ്യ കാര്യങ്ങളൊക്കെ നിറവേറ്റാൻ കഴിയുന്നതാണെങ്കിൽ അതൊന്നും ചെയ്യാതെ എല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ കൊമേഴ്സ്യലൈസ് ചെയ്ത ഏതൊരു വസ്തുവിലും എന്തായാലും അത് ഈ രാസവളവും അതുപോലെ തന്നെ കീടനാശിനികളും മറ്റൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പൊ അതെല്ലാം അടിച്ച വസ്തുക്കൾ തന്നെ കൊണ്ടുവന്ന് ഭക്ഷിക്കുന്ന രീതിയൊക്കെയാണ് ഇതിന് കാരണം. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് പരമാവധി ഒഴിവായി ആരോഗ്യപരമായ ഒരു ജീവിതം നയിക്കാനുള്ള ശ്രമം നമ്മളിൽ നിന്നുണ്ടാകണം. ഇതെല്ലാം ഉണ്ടായത് കൊണ്ട് രോഗം വരില്ല എന്നല്ല, അത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. കുലൂ മിനത് ത്വയ്യിബാത്ത്, ഹലാലായാൽ മാത്രം പോരാ, ത്വയ്യിബും ആകണം. ത്വയ്യിബാവുക എന്ന് പറഞ്ഞാൽ ഈ നിലക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഹലാലും ത്വയ്യിബാകണം. ഹലാലും ത്വയ്യിബും കഴിക്കുക, നന്നായി അധ്വാനിക്കുകയും ചെയ്യുക. എന്നാൽ അതോടൊപ്പം നമ്മൾ പ്രാർത്ഥനകൾ ഉണ്ടാകണം. ബിസ്മി ചൊല്ലി കഴിക്കണം. കഴിച്ചാൽ അൽഹംദുലില്ലാ പറയണം. ഭക്ഷണം കഴിച്ചാൽ ദുആകൾ ഉണ്ടാകണം. റസൂലുള്ളാഹി തങ്ങൾ ഭക്ഷണം കൊണ്ടുവച്ചാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ തുആമിനാ വർസുഖ്നാ ഖൈറൻ മിൻഹു, ഇതിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, ഇതിനേക്കാൾ ഖൈറായത് ഞങ്ങൾക്ക് തരണേ എന്ന് ദുആ ചെയ്യും. പാല് കൊണ്ടുവന്നാൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീഹി വസിദ്നാ മിൻഹു, ഇതിൽ ബറക്കത്ത് ചെയ്യുകയും വർദ്ധിപ്പിച്ചു തരികയും ചെയ്യണമേ എന്ന് ദുആ ചെയ്യും. ഇപ്പൊ നാട്ടിൽ വ്യാപകമായി പാലിനെതിരെ വലിയൊരു പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. പാല് കുടിക്കാൻ പാടില്ല, പാല് തകരാറാണ്, പാല് രോഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓസ്ട്രേലിയൻ പശുവിന്റെ പാല് കുടിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പാനീയമാണല്ലോ പാല്. അപ്പോ അങ്ങനെയുള്ള പ്രചാരണങ്ങൾക്കൊന്നും നമ്മൾ വശംവദരാകാതെ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച മുത്തുനബിയുടെ സുന്നത്തുകളും സീറത്തുകളും അനുസരിച്ചുള്ള ജീവിതശൈലി നമ്മൾ പകർത്തുകയും ഇത്തരം കേന്ദ്രങ്ങൾ നമ്മൾ നാടുകളിൽ ആവശ്യത്തിനുണ്ടാക്കുന്നത്. കേരളത്തിലുടനീളം SYS കീഴിൽ, നമ്മുടെ പ്രസ്ഥാനത്തിനു കീഴിൽ സാന്ത്വന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് അത് ജാതിയും മതവും ഒന്നുമില്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ഇപ്പോഴത്തെ ചൂട് കൂടിയപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള പാത്രങ്ങൾ കെട്ടിത്തൂക്കും, അതെല്ലാ പക്ഷികൾക്കുള്ളതാണ്.
അതുപോലെ നാക്കാലികൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, പരിസ്ഥിതിക്ക് വേണ്ടിയുള്ള എല്ലാ നൽപ്രവർത്തനങ്ങളും ഹുസ്നുൻ നിയ്യത്തോടു കൂടി ചെയ്ത് പരലോകത്ത് കൂലി കിട്ടുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് നാം മുന്നിട്ടിറങ്ങുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ഖബൂൽ ചെയ്യട്ടെ. ഇവിടെയുള്ള ഈ ഉപകരണങ്ങളൊക്കെ തന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. അല്ലാഹു അവർക്കെല്ലാം വലിയ പ്രതിഫലം കൊടുക്കട്ടെ. ഓപ്പൺ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ യന്ത്രങ്ങൾ വെച്ചുകൊണ്ട് ആളുകൾക്ക് വ്യായാമം ചെയ്യിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരു രീതി ഇപ്പൊ നാടുകളിലൊക്കെ വന്നിട്ടുണ്ട്. അതിരാമ്പട്ടണം എന്ന് പറഞ്ഞ ഒരു പട്ടണം, അവിടെയുണ്ട് വലിയൊരു കുളത്തിന്റെ ചുറ്റുഭാഗത്തും നടക്കാനുള്ള വഴിയുണ്ടാക്കി, അതിന് ചുറ്റും ഹിജാബ് കെട്ടിയുണ്ടാക്കി. രാവിലെ 2 മണിക്കൂർ പുരുഷന്മാർ, അത് കഴിഞ്ഞാൽ പിന്നെ ഗേറ്റ് അടച്ച്, അതിനുശേഷം പിന്നെ സ്ത്രീകൾ, അങ്ങനെ വെവ്വേറെ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അവിടെ. അതിന് പുറമെ ഓപ്പൺ തെറാപ്പി സെന്റർ. അവിടെ ചെന്നപ്പോ റേഷൻ ഷോപ്പിലുണ്ട് പെണ്ണുങ്ങളും ആണുങ്ങളും ക്യൂ നിൽക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് പർദ്ദയിട്ട സ്ത്രീകൾ, ഒരൊറ്റൊന്നിന്റെ മുഖവും കാണൂല. മറ്റൊരു ഭാഗത്ത് തൊപ്പിയിട്ട പുരുഷന്മാർ. ഇങ്ങനെ ഓപ്പൺ സെന്ററുകളിലും മറ്റൊക്കെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനൊക്കെ പ്രോത്സാഹനം ഉണ്ടാകണം. മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നല്ലൊരു വൃത്തിയുള്ള, ശുദ്ധിയുള്ള, വായു നന്നാകുന്ന, ഭക്ഷണം നന്നാകുന്ന നാടുകളാക്കി മാറ്റാൻ നമ്മുടെയൊക്കെ കൂട്ടായ യത്നങ്ങളിലൂടെ മാത്രമാണ് സാധിക്കുക.